ഒരു സൊസൈറ്റി സ്ട്രോങ് ആയി നിലനിൽക്കാൻ എല്ലാവരും സെയിം ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? എമൈൽ ദർഖാം പറയുന്നു, സൊസൈറ്റി ആളുകളെ കണക്ട് ചെയ്യുന്നത് സോളിഡാരിറ്റി കൊണ്ടാണ്. അതായത് ആളുകൾ തമ്മിലുള്ള ബോണ്ടിങ്, നമ്മൾ ഒരുമിച്ചാണ് എന്ന ഫീലിംഗ് ആണ് സോളിഡാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർഖൈം ഈ സോളിഡാരിറ്റിയെ രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്: മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ പഴയ നാട്ടിൻപുറം പോലെയുള്ള സൊസൈറ്റികളിൽ എല്ലാവരും ഓൾമോസ്റ്റ് സെയിം ജോലികൾ ചെയ്യുന്നു, അവരുടെ വിശ്വാസങ്ങൾ സെയിം ആണ്, ലൈഫ് സ്റ്റൈൽ സെയിം ആണ് ഏകദേശം. സോ ആ ആളുകൾ കണക്ട് ചെയ്തിരുന്നത് അവർ തമ്മിലുള്ള സിമിലാരിറ്റി അല്ലെങ്കിൽ സാദൃശ്യം കൊണ്ടാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഗ്രാമത്തിൽ എല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കുന്നു, അവരുടെ ആഘോഷങ്ങൾ സെയിം ആണ്, ഉത്സവങ്ങൾ സെയിം ആണ്, കൾച്ചർ ആൻഡ് ട്രഡീഷൻ ഏകദേശം സെയിം ആണ്. സോ അങ്ങനെയുള്ള സോളിഡാരിറ്റിയാണ് നമ്മൾ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അതേസമയം ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ മോഡേൺ സൊസൈറ്റിയിൽ എല്ലാവരും പല ജോലികൾ ചെയ്താണ് ജീവിക്കുന്നത്. ഡോക്ടേഴ്സ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, എൻജിനീയേഴ്സ് ഉണ്ടാവും, ഡ്രൈവേഴ്സ് ഉണ്ടാവും, എറ്റ്സെട്ര. പക്ഷേ എല്ലാവരും തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ റെസ്റ്റോറൻറ്റ് ഷെഫ്, ഡെലിവറി പാർട്ട്ണർ, ആപ്പ് ഡെവലപ്പർ എല്ലാവരും കണക്റ്റഡ് ആണ്. ആ കണക്ഷൻ നമ്മൾ കണ്ടില്ലെങ്കിലും അവർ തമ്മിൽ പരസ്പരം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ ഇൻ്റർ ഡിപ്പെൻഡൻസ് കൊണ്ടുള്ള ഒരുമയാണ് നമ്മൾ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. സോ ദർഖൈം പറയുന്നത് വളരെ സിമ്പിളാണ്. ഓൾഡ് സൊസൈറ്റിക്ക് യൂണിറ്റി കിട്ടിയത് സെയിംനെസ് കൊണ്ടായിരുന്നു, അതേസമയം മോഡേൺ സൊസൈറ്റിക്ക് യൂണിറ്റി കിട്ടുന്നത് ഡിപ്പെൻഡൻസ് കൊണ്ടാണ്. സോ എമൈൽ ദർഖൈമിൻ്റെ കോൺട്രിബ്യൂഷൻസിൻ്റെ ഡീറ്റെയിൽ വീഡിയോയ്ക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ ഫോർ മോർ.